മുഖ്യമന്ത്രി ആര് എന്ന ചർച്ചകൾക്കിടെ ഡൽഹിയിൽ വൈകിട്ട് 3-ന് നിർണായക യോഗം. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ചേരുന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും പങ്കെടുക്കും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായി AICC നിരീക്ഷകർ ഉടൻ കേരളത്തിലെത്തും. പി ചിദംബരം, അശോക് ഗെഹ്ലോട്ട് എന്നിവർ നിരീക്ഷകരായിരിക്കും. PR അരവിന്ദ് വിവരങ്ങളുമായി. അരവിന്ദ്, അങ്ങനെ തിരക്കിട്ട കൂടിയാലോചനകളിലേക്ക്, ചർച്ചകളിലേക്കൊക്കെ ഹൈക്കമാൻഡ് കടക്കുകയാണ്. എങ്ങനെയാണ് നീക്കങ്ങൾ? അനുജ അമൃത, ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളാണ് വരും മണിക്കൂറിൽ നടക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ കോൺഗ്രസിന്റെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തും. അതിനുശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ഒരു യോഗം ചേരുമെന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 2 അജണ്ടകളാണ് പ്രധാനമായും യോഗത്തിൽ നടത്തുക. അതായത് കേരളത്തിൽ ഒരു മിന്നും വിജയം UDF സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ നിരീക്ഷകരെ നിയോഗിക്കേണ്ടതുണ്ട്. നിരീക്ഷകർ ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു ചർച്ച ഈ യോഗത്തിൽ നടക്കും. ഇതിനു പുറമെ തമിഴ്നാട്ടിൽ TVK പിന്തുണയ്ക്കുന്നോ എന്ന കാര്യത്തിൽ കൂടി ഈ യോഗത്തിൽ ചർച്ചയാകും എന്നതാണ് നിലവിൽ മനസ്സിലാകുന്നത്. എന്തായാലും നിരീക്ഷകർ മുതിർന്ന കോൺഗ്രസ് നേതാക്കളാകും എന്നതാണ് നിലവിൽ AICC നിന്ന് ലഭിക്കുന്ന വിവരം. പി ചിദംബരം, അതുപോലെ തന്നെ മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് അടക്കമുള്ളവർ കേരളത്തിൽ AICC നിരീക്ഷകരായേക്കും എന്നതാണ് നിലവിലുള്ള സൂചന. പക്ഷേ അന്തിമ തീരുമാനം ഈ യോഗത്തിന് ശേഷം എടുക്കും എന്നതാണ് നിലവിൽ കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന നിർദ്ദേശം. എന്തായാലും തിരക്കിട്ട ചർച്ചകൾ നടത്തി എത്രയും പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിയെ കണ്ടെത്തുക എന്നതാണ് കേരളത്തിൽ ഇപ്പോൾ AICC നേതൃത്വം ലക്ഷ്യം വെക്കുന്നത്. 3 പേരുകളാണ് നിലവിൽ വലിയ ചർച്ചയായി കേരളത്തിൽ നിൽക്കുന്നത്. KC വേണുഗോപാലുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, VD സതീശനുണ്ട്. അപ്പോൾ ആരെ പിന്തുണയ്ക്കണം, അത് കൃത്യമായി തന്നെ MLA-മാരുടെ അഭിപ്രായം തേടണം സംസ്ഥാനത്ത്. കാരണം ഇന്ന് നിരീക്ഷകരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നാളെ തന്നെ നിരീക്ഷകർ സംസ്ഥാനത്തേക്ക് എത്തും. MLA-മാരെ പ്രത്യേകം കാണുന്നതിനപ്പുറം കൂട്ടായി MLA-മാരെ കാണും. കൃത്യമായി അഭിപ്രായം ഹൈക്കമാൻഡിനെ നിരീക്ഷകർ അറിയിക്കും. ആർക്കാണെങ്കിലും കൂടുതൽ ഭൂരിപക്ഷമുള്ള MLA-മാരുടെ കൂടുതൽ ഭൂരിപക്ഷമുള്ളവരെ മുഖ്യമന്ത്രിയായി കോൺഗ്രസ് തീരുമാനിക്കുമെന്നതാണ് നിലവിൽ മനസ്സിലാകുന്നത്. ഇതുകൂടാതെ തന്നെ ഘടകകക്ഷികളുടെയും അതുപോലെ തന്നെ MP-മാരുടെ അടക്കം അഭിപ്രായം ഒരുപക്ഷെ ഹൈക്കമാൻഡും നിരീക്ഷകരും തേടിയേക്കുമെന്നുള്ള റിപ്പോർട്ട് കൂടി ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും 3 മണിയോടുകൂടി അല്ലെങ്കിൽ 4 മണിയോടുകൂടിയായിരിക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ യോഗം നടക്കുക. അല്പസമയത്തിനകം തന്നെ ഡൽഹി വിമാനത്താവളത്തിലേക്ക് KC വേണുഗോപാൽ എത്തുകയാണ്. ഗംഭീര സ്വീകരണമാണ് KC വേണുഗോപാലിനെ ഡൽഹി വിമാനത്താവളത്തിൽ ഇപ്പോൾ പ്രവർത്തകർ ഒരുക്കാൻ പോകുന്നത്. വലിയ വിജയം കേരളത്തിൽ സ്വന്തമാക്കിയത് അത് KC വേണുഗോപാലിന്റെ കൂടി ഒരു പ്രവർത്തന മികവെന്നതാണ് ഡൽഹിയിലെ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. അനുജ അമൃത, അതാണ് ഇന്ന് ഡൽഹിയിൽ വൈകിട്ട് യോഗം ചേരാനിരിക്കുന്നു. കൂടാതെ രാഷ്ട്രീയ നിരീക്ഷകർ കേരളത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ തിരക്കിട്ട കൂടിയാലോചനകളിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടന്നിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.